പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര പുറത്തേക്കുള്ള വഴിയാണെങ്കിൽ ഞങ്ങളകത്തേക്കാണ് കേട്ടോ കയറിയത്. തുടരാത്ത ഫ്രീ ടിക്കറ്റും വാങ്ങി അത്രയ്ക്ക് അങ്ങോട്ട് മുതിർന്ന ഡിലയിലും മുതിർന്ന സ്ത്രീകൾക്കുള്ള സീറ്റ് എടുത്ത് ഞങ്ങളെ യാത്ര ആരംഭിച്ച സുഹൃത്തുക്കളെ. അത്ര എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റേറ്റ് ടു ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് സ്ട്രെസ് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഡേ ഔട്ട് വെച്ചിട്ടു. വിചാരിക്കും സ്ട്രെസ്സോ, ഇവക്കിപ്പോൾ എന്താ അത്ര സ്ട്രെസ്സെന്ന്. നാളെ ഞങ്ങൾക്ക് പരീക്ഷയിടോ, ഞങ്ങളുടെ ആദ്യ യൂണിവേഴ്സിറ്റി എക്സാം, അതൊക്കെ പോട്ടെ, ഭാരിച്ച കാര്യങ്ങൾ നമുക്ക് പാലിക്കണ്ട. സ്ട്രെസ് ഫ്രീ ആവാൻ വേണ്ടി ഞങ്ങൾ ആദ്യം വന്ന സ്ഥലം ഇതാണ്, ഒക്കണ്ടുണ്ണി. ഇതാണ് ഞങ്ങളുടെ കോളേജ്. അങ്ങനെ കോളേജിലൂടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ദേണ്ട നിൽക്കുന്നുണ്ടാ 3 ക്യാമറ. ഒരു വർഷം ഇവിടെ പഠിച്ചിട്ട് ഞാനിതെന്താ കാണുന്നത്, എന്താ അല്ലേ. പിന്നെ ഞങ്ങൾ കോളേജിൻ്റെ വിജനവും ഉമ്മുഖവുമായ വരാന്തകളിലൂടെ നടന്ന് കണ്ട കണ്ണാടികളിലെല്ലാം നോക്കി 2-3 ഫോട്ടോയും എടുത്ത് ജസ്റ്റ് ഒരു പ്രഹസനത്തിന് വേണ്ടി കോളേജിൻ്റെ ലൈബ്രറിയിലും കയറിയിട്ട് പതിയെ ഞങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങി കേട്ടോ. എന്നിട്ട് നട്ടുച്ചയ്ക്ക് നേരെ പോയത് ട്രിവാൻഡ്രം തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തുള്ള കാണുന്ന ചായക്കടയിലോട്ടാണ്. ഇവിടുത്തെ ചായ എൻ്റെ സാറേ എന്നൊന്നും പറയാനൊന്നും ഇല്ലെങ്കിലും കൊള്ളാം, ഒരു ഗുമ്മൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നേരെ അരുൺ ഐസ്ക്രീം കടയിലോട്ട് ചെന്നപ്പോഴോ ദാണ്ടയുടെ ന്യൂസ് ഇട്ടേക്കുന്നു. എന്നാൽ പിന്നെ കുറച്ച് ലോകവിവരം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് കണ്ട് അരുൺ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ദാണ്ട ഇവക്ക് അവിൽ മിൽക്ക് കുടിക്കണം പോലും. ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ട. ഇതാ പറയുന്നത് കണ്ടറിയാത്തവൻ കൊണ്ടറിയൂ. അവിൽ മിൽക്ക് കാണുമല്ലോ, അവിൽ മിൽക്ക്. ഇത് ഞാൻ പറഞ്ഞതല്ല, ദാണ്ട ഈ പുള്ളിക്കാരി പറഞ്ഞതാ. അങ്ങനെ വേറെ മനസ്സും വല്ലാതെ അങ്ങ് നിറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങിയതാ തൊട്ടപ്പത്തുള്ള മലബാർ ബെഡ്സിലോട്ട് പോയി. അപ്പോൾ അവിടെ പേരറിഞ്ഞാത്ത കുറേ സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിക്കാതൊന്നും ഇരുന്നില്ല. ഏത് അവിടെ ഇവിടെ വന്നിരുന്ന് ആഴ്ച വാങ്ങി അവിൽ മിൽക്ക് ഫ്ലോപ്പായപ്പോൾ വിഷമത്തിരിക്കുന്ന നന്ദിതാകൃഷ്ണ ബിയെയും സമാധാനിപ്പിച്ച് റോഡിൽ കൂടെ പോകുന്നവരെ ആവശ്യമില്ലാതെ കുറ്റം പറഞ്ഞ് നാളത്തെ പരീക്ഷയെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് വയറുവേദന എടുത്ത് പേടിച്ചിരുന്നപ്പോഴാണ് സമയം 4 നഗ്നമായ സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. അപ്പോഴവിടെ നിന്ന് ചാടി എണീച്ച് ഷൂട്ടും ടാറ്റയും പറഞ്ഞ് കിട്ടി ബസ്സും പിടിച്ച് നേരെ വീട്ടിലോട്ട്.